പേഴ്സണാലിറ്റിയുടെ ക്ലാസ് തീരും. ഇനി അടുത്ത സെഷൻ എൻ്റെ പിന്നെ ഇനി പറയുമ്പോഴായിരിക്കും. ഇന്ന് നമ്മുടെ പേഴ്സണാലിറ്റി തിയറിയുടെ അവസാനത്തെ തിയറിയാണ് പഠിക്കാൻ പോകുന്നത്, അഞ്ചാമത്തെ തിയറി. ഞാൻ നോട്ട്സ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, വായിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് നമുക്കൊന്നുകൂടെ പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിയറിയുടെ പേരാണ് ട്രെയ്റ്റ് തിയറി. ട്രെയ്റ്റ് സ്പെല്ലിംഗ് മനസ്സിലായോ? TRAIT, ട്രെയ്റ്റ് തിയറി. TRAIT, ട്രെയ്റ്റ് തിയറി. ട്രെയ്റ്റ് തിയറി നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവം അല്ലെങ്കിൽ അയാളുടെ ആ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് സ്ഥിരമായ ചില ഗുണങ്ങളുടെ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു സമാഹാരമാണെന്നാണ് ട്രെയ്റ്റ് തിയറി പറയുന്നത്. അതായത് ഒരു വ്യക്തിയിലുള്ള അയാളുടെ പേഴ്സണാലിറ്റിയെ നിശ്ചയിക്കുന്നത് അയാളിലുള്ള സ്ഥിരമായ ചില ഗുണങ്ങൾ, അതായത് ഏത് സാഹചര്യത്തിൽ നിന്നാലും ആ ഗുണം അവിടെ കാണും. അതാണ് ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. ട്രെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള ആ ഒരു സ്വഭാവമാണ് ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ എവിടെ ചെന്ന് നിന്നാലും നമ്മുടെ ഉള്ളിൽ സ്ഥായിയായ ചില ഭാവങ്ങളും സ്ഥായിയായ ചില ഗുണങ്ങളും കാണുമല്ലോ, മാറ്റാൻ പറ്റാത്ത ചില ഗുണങ്ങൾ, സ്ഥിരമായ ഒരു ഗുണം. അതാണ് ട്രെയ്റ്റ് തിയറി പ്രതിപാദിക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്കത്? അതായത് ട്രെയ്റ്റ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പേഴ്സണാലിറ്റി ആസ് എ കോമ്പിനേഷൻ ഓഫ് സ്റ്റേബിൾ ക്യാരക്ടേഴ്സ്. അതിനാ ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. സ്ഥിരമായ ഗുണങ്ങൾ, സ്റ്റേബിൾ. അപ്പൊ കുറച്ചുകൂടെ മനസ്സിലായില്ലേ? സ്റ്റേബിൾ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഒരു വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന ചില സ്ഥിരമായ ഗുണങ്ങളാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇച്ചിരിയും കൂടെ ഞാൻ ഇച്ചിരൂടെ മനസ്സിലാക്കി പറഞ്ഞു. എന്നാൽ പേഴ്സണാലിറ്റി ഈസ് ഈക്വൽ ടു കളക്ഷൻ ഓഫ് ട്രെയ്റ്റ്സ്. ട്രെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ സ്ഥിരമായ ഗുണങ്ങൾ. പിന്നെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഹോണസ്റ്റി, അതൊരു സ്ഥിരമായ ഒരു ഗുണമാണ്. നമ്മൾ ഇനി എവിടെ ചെന്ന് നിന്നാലും ആ സത്യസന്ധത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റുമോ? പിന്നെ ചിലരുടെ ഗുണം കള്ളത്തരം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എവിടെ ചെന്ന് നിന്നാലും അവർ ആ കള്ളത്തരം കാണിക്കും. അതുപോലെ ട്രെയ്റ്റ്സ്, ഈ പറഞ്ഞ തിയറിയുടെ തന്നെ ട്രെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ക്യാരക്ടറിസ്റ്റിക് എന്നാണ്. പേഴ്സണാലിറ്റി ഈസ് ഈക്വൽ ടു കളക്ഷൻ ഓഫ് ട്രെയ്റ്റ്സ്. അതിന്റെ എക്സാമ്പിൾ വേണമെങ്കിൽ ഹോണസ്റ്റി, ട്രൂത്ത്ഫുൾനെസ്, അങ്ങനെയൊക്കെ കൊടുക്കാം. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയേ, എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെയാണ്. നമ്മൾ പല വ്യക്തികളെ ഇടപെടുമ്പോൾ പലരുടെയും സ്വഭാവം വ്യത്യസ്തമാണ്. ഒരാൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളായിരിക്കും, എന്നാൽ ഒരാൾ പെട്ടെന്ന് സൗഹൃദമായിട്ട് ഇടപെടുന്ന ഒരാളായിരിക്കാം. ചിലർ ശാന്തശീലമുള്ളവരായിരിക്കാം. അതൊക്കെ അവരുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ഒരു ട്രെയ്റ്റ്സ് ആണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറയാം, ഒരു വ്യക്തി എപ്പോഴും നമ്മളോട് സൗഹൃദത്തോടാണ് ഇടപെടുന്നതെങ്കിൽ അത് ആ വ്യക്തിയിലുള്ള ഒരു ട്രെയ്റ്റ്, ആ വ്യക്തിയിലുള്ള ഒരു ഗുണമാണ്. അതുപോലെ ഒരു വ്യക്തി കോപത്തോടാണ് എപ്പോഴും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതെങ്കിൽ അതും ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ഒരു ട്രെയ്റ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി പ്രധാനപ്പെട്ട സൈക്കോളജിസ്റ്റ് ആണ് ഇതിനകത്ത്, ഞാൻ അതിനകത്ത് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നത് ഗോർഡൻ ആൽപോർട്ട്, GORDON, ഗോർഡൻ ആൽപോർട്ട്, അല്ലെങ്കിൽ ആൽപോർട്ട് എന്ന് എഴുതിയാലും മതി, ഗോർഡൻ ആൽപോർട്ട്. ഇനി അടുത്ത രണ്ടാമത്തെ സൈക്കോളജിസ്റ്റ് റെയ്മൺ കാറ്റിൽ. ഷർട്ടിന്റെ അതേ പേര് തന്നെ, റെയ്മണ്ട് ഷർട്ട് ഉണ്ടല്ലോ, റെയ്മൺ, RAYMOND, റെയ്മൺ കാറ്റിൽ. റെയ്മൺ കാറ്റിൽ. മൂന്നാമത്തെ ആള് ഹാൻസ് ഐസ്നെക്ക്. ഹാൻസ് ഐസ്നെക്ക്.
HANSEYSENCK. അപ്പൊ 3 സൈക്കോളജിസ്റ്റ് ചേർന്നാണ് ഈ ട്രേഡ് തിയറി വിവരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ തിയറിയിൽ പറയുന്നത്, അതായത് ഗോർഡൻ ആൽപോർട്സിന്റെ ട്രേറ്റ് തിയറി പറയുന്നത് അതിനെ തന്നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഗോർഡൻ ആൽപോർട്സിന്റെ ട്രേറ്റ് തിയറിയില് അതിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഈ 3 സൈക്കോളജിസ്റ്റുകളുടെ പേര് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ ഗോർഡൻ ആൽപോർട്ട്, അദ്ദേഹം ഈ പേഴ്സണാലിറ്റി തിയറി തന്നെ 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ അതിനകത്ത് പറയുന്നതാണ് കാർഡിനൽ ട്രേറ്റ്സ് എന്ന് പറയും. അതായത് ഡൊമിനന്റ് ആയിട്ടുള്ള ഒരു ട്രേറ്റ്സ് ആണ്, അത് വെരി പവർഫുൾ. കാർഡിനൽ ട്രേറ്റ്സിന്റെ സ്പെല്ലിങ് CARDINAL, CARDINAL, കാർഡിനൽ ട്രേറ്റ്സ്. മനസ്സിലായോ? അതെന്ന് പറയുമ്പോൾ ഒരാളുടെ ജീവിതത്തെ മുഴുവനായി സ്വാധീനിക്കുന്ന ഗുണങ്ങൾ ചേർന്നതാണ് കാർഡിനൽ ട്രേറ്റ്സ്. ഒരാളുടെ ജീവിതത്തിൽ മുഴുവനായിട്ട് ആ ട്രേറ്റ്സ് സ്വാധീനിക്കും. ഇപ്പൊ എക്സാമ്പിൾ, ഏറ്റവും നമുക്ക് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ ആണ്, നമ്മൾ മഹാത്മാഗാന്ധിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ മഹാത്മാഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് പറയുന്നത്? നമ്മൾ കേട്ടിട്ടുള്ളേ സത്യം മാത്രം, അഹിംസ, നോൺ വയലൻസിന്റെ അഹിംസ. അപ്പൊ അത് ആ വ്യക്തിയുടെ ജീവിതത്തെ മൊത്തം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അതാണ് കാർഡിനൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ഡൊമിനന്റ് ആയിട്ട് എടുത്തു കാണിക്കപ്പെടുന്ന ഒരു ട്രേറ്റ്സ് ആണ്, അത് വെരി പവർഫുൾ ആണ്. ഒന്നാമത്തെ മനസ്സിലായോ? കാർഡിനൽ ട്രേറ്റ്സ് അതൊരു ഡൊമിനന്റ് ആയിട്ടുള്ള ഒരു ട്രേറ്റ്സ് ആണ്, അതായത് വെരി പവർഫുൾ ആയിട്ടുള്ള ഒരു ട്രേറ്റ്സ് ആണത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരാളുടെ ജീവിതത്തെ മുഴുവനായും സ്വാധീനിക്കുന്ന ഗുണങ്ങൾ അതിനകത്തുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഓർത്താൽ മതി, ഗാന്ധിജി ഓർത്താൽ മതി. ഗാന്ധിജിയുടെ അഹിംസ ആ വ്യക്തിയുടെ ജീവിതത്തെ മുഴുവനായി സ്വാധീനിച്ചൊരു ഘടകമാണ്. അപ്പൊ ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തില് നമ്മളിലുള്ള ട്രേറ്റ് എന്താണ് നമ്മുടെ ജീവിതത്തെ മുഴുവനായി സ്വാധീനിക്കുന്നത്? നല്ല ഗുണങ്ങളാണ് ആലോചിക്കേണ്ടേ. നമ്മള് നല്ല ഒരു, അതിനകത്ത് ചിലപ്പോൾ കോപം വരുമ്പോൾ ആ ഒരു ട്രേറ്റ് നമ്മളിലുണ്ട്, പക്ഷെ കാർഡിനൽ ട്രേറ്റ്സിൽ നമ്മുടെ ജീവിതത്തെ മുഴുവനായി സ്വാധീനിക്കുന്ന എന്തായാലും ഒരു നല്ല അംശം എല്ലാവരുടെയും മനുഷ്യരിലുണ്ട്. അപ്പം ആ ഒരു നല്ല അംശം എന്താണെന്ന് ആലോചിച്ചു. വെരി പവർഫുൾ ആയിട്ടുള്ള. ഇനി അടുത്തെയാണ് സെൻട്രൽ ട്രേറ്റ്സ്. സെൻട്രൽ, പ്രധാനപ്പെട്ട സെൻട്രൽ, CNTRAL, സെൻട്രൽ ട്രേറ്റ്സ്. അത് ജനറൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ആണ്, അതായത് നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമാണ് സെൻട്രൽ ക്യാരക്ടറിസ്റ്റിൽ വരുന്നത്. അതായത് സാധാരണയായിട്ട് നമ്മൾ കാണിക്കുന്ന സ്വഭാവ ഗുണങ്ങളാണ് സെൻട്രൽ ട്രേറ്റ്സിൽ വരുന്നത്. മനസ്സിലായോ? ഉദാഹരണത്തിന് സത്യസന്ധത, അത് നമ്മളിലൊക്കെ എല്ലാവരിലും കാണപ്പെടുന്ന സ്വഭാവം. എല്ലാവരിലും ഉണ്ടെന്നല്ല, എന്നാലും ജനറലി നമ്മൾ എല്ലാവരും അത്യാവശ്യമായിട്ട് സത്യസന്ധതയുള്ളവരാണ്. നമ്മളെല്ലാവരും കള്ളരും ആരുടെയും മോഷ്ടിക്കണം അങ്ങനെയുള്ള ചിന്താഗതിയിലൊന്നും വളർന്നവരോ അല്ല. എന്നാലും മെജോറിറ്റി എല്ലാവരിലും ഉള്ള ഒരു അംശമാണ് സത്യസന്ധത. ഏത് കള്ളനാന്ന് പറഞ്ഞാലും അവന്റെ കയ്യിൽ ഇച്ചിരി സത്യസന്ധത കാണും. പിന്നെ സൗഹൃദം, അത് നമ്മൾ എല്ലാവരിലും ഇല്ലേ, മറ്റുള്ളവരോട് സൗഹൃദമായിട്ട് ജീവിക്കണം, സൗഹാർദ്ദപരമായിട്ടൊരു അന്തരീക്ഷത്തിൽ പോകണം എന്നുള്ളൊരു ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ എല്ലാം ഉണ്ട്. മറ്റുള്ളവരോട് പിണങ്ങരുത്, ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത്, ഇങ്ങനെയൊക്കെ കുറെ സെൻട്രൽ ട്രേറ്റ്സ് നമ്മുടെ ഉള്ളിലില്ലേ? ഉണ്ട്, അങ്ങനെയുണ്ട്. ആ ഉണ്ട്. ഇപ്പൊ ഞാനായിട്ട് വേറൊരാൾക്ക് ഒരു ദോഷം ഉണ്ടാക്കരുത്, എങ്ങനെയൊക്കെ ഉള്ളതുണ്ട് നമ്മുടെ ഉള്ളിൽ. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ട്രേറ്റ്സ് തിയറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള അടിസ്ഥാനപരമായ ചില ഗുണങ്ങൾ ചേർന്നാണ് ട്രേറ്റ്സ് തിയറി. ഇനി മൂന്നാമത്തതാണ് സെക്കൻഡറി ട്രേറ്റ്സ്.
സെക്കൻഡറി, അതായത് ദ്വിതീയ സെക്കൻഡറി ട്രേഡ്സ്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു കാർഡിനൽ ട്രേഡ്സ്, രണ്ടാമത്തത് സെൻട്രൽ, സെൻട്രൽ, മൂന്നാമത്തത് സെക്കൻഡറി. സെക്കൻഡറി. സെക്കൻഡറി ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷണൽ ട്രേഡ്സ് ആണ്, സാഹചര്യങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കുന്ന ഒരു ട്രേഡ്സ് ആണ്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം നമുക്ക് ചില പ്രത്യേക ഭക്ഷണമൊക്കെ കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നത്തില്ലേ? ഞാൻ ഒരു ചെറിയ എക്സാമ്പിളാ പറഞ്ഞേ. തോന്നും, നമുക്ക് ചില ഭക്ഷണത്തോട് ഇഷ്ടം തോന്നും, ചില സാഹചര്യങ്ങളോട് നമുക്ക് ചിലപ്പോൾ ഇഷ്ടം തോന്നും, ചില പ്രത്യേക സാഹചര്യം നമുക്കൊന്ന് ഒറ്റയ്ക്ക് പോയിരിക്കണമെന്ന് തോന്നും, ചിലപ്പം ചില ഇപ്പൊ കടൽ തീരത്ത് പോയിരിക്കുമ്പോൾ ആൾക്കാരുണ്ടെങ്കിൽ പോലും ഒന്ന് ഒറ്റയ്ക്ക് മാറിയിരിക്കാൻ ഒരു ഇഷ്ടമൊക്കെ തോന്നും. അങ്ങനെയൊക്കെ ചില ട്രേഡ്സുകൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു സ്ഥായി ഭാവത്തിന്റെ ഒരു ഇഷ്ടമാണത്. അപ്പൊ ചില സെക്കൻഡറി ട്രേഡ്സ്, അത് നമ്മൾ പുറമേ എല്ലാവരുടെയും കാണാൻ ആ ട്രേഡ്സ് എന്ന് പ്രകടിപ്പിക്കാറും ഇല്ല. അതിനകത്ത് ഈ 3 ട്രേഡ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാർഡിനൽ ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ ഒരാളെ ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് കാർഡിനൽ ട്രേഡ്സ്. സെൻട്രൽ ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ കാണുന്ന സ്വഭാവ ഗുണങ്ങളാണ്. ഇപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ടിനോട് ചോദിക്കാമെങ്കിൽ നമ്മുടെ ഈ രണ്ടാമത്തെ സെൻട്രൽ ട്രേഡ്സ് എല്ലാം ആര് പറഞ്ഞു തരും? നമ്മുടെ ഫ്രണ്ട് പറഞ്ഞു തരും. ആ ഫ്രണ്ടിന് നമ്മുടെ സ്വഭാവം നമ്മളെക്കാൾ വ്യക്തമായിട്ട് നമ്മുടെ ഫ്രണ്ടിന് നമ്മുടെ സ്വഭാവം അറിയാം. നമുക്കായിരിക്കും നമ്മുടെ സ്വഭാവം അറിയാവുന്നത്. നമ്മൾ പറയത്തില്ലേ, എന്നെ പോലൊരു തലതെറിച്ച കൂട്ടുകാരി എനിക്ക് കിട്ടിയെന്ന് പറയത്തില്ലേ? അല്ലെങ്കിൽ എന്തിനാ അങ്ങനെ പറയുന്നത്? സന്തോഷമുള്ളൊരു കാര്യമാണ്. നമുക്ക് വട്ട് തോന്നുമ്പോൾ നമ്മുടെ കൂടെ വട്ടെടുത്ത് ചാടാനും, നമുക്കൊന്ന് ചിരിക്കണമെന്ന് തോന്നുമ്പോൾ നമ്മുടെ കൂടെ ചിരിക്കാനും, നമ്മുടെ കൂടെ അന്നേരം ഒന്ന് കളിക്കാനും ഒക്കെയുള്ള ചില നമ്മളെ പോലെ പിരിപിടിച്ച ചില കൂട്ടുകാരെ നമുക്ക് കാണും. അതെ, നമ്മുടെ സെയിം വൈബ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അവർക്കാണ് നമ്മുടെ ഈ സെൻട്രൽ ട്രേഡ്സ്, നമ്മുടെ യഥാർത്ഥ ഗുണം അവർക്ക് അറിയാവുന്നത്. പക്ഷെ ഈ സെക്കൻഡറി ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രം അറിയാവുന്ന ഒരു ഗുണമാണ്. അത് പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം നമ്മൾ കാണിക്കുന്ന ഒരു ഗുണമാണ് സെക്കൻഡറി ട്രേഡ്സ്. ചില പ്രത്യേകതകളോടും ചില സാഹചര്യങ്ങളോടും ഒക്കെ നമുക്ക് ഇഷ്ടം തോന്നുന്നു. അത് നമ്മൾ എല്ലാവരോടും തുറന്നു പറയാനും പോകത്തില്ല. ഇനി അടുത്തതാണ്. ഇപ്പൊ ആ 3 കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഗോർഡൻ ആൽപോർട്ടിന്റെ ആ ട്രേഡ്സ് തിയറിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് അത്. അടുത്ത റെയ്മൺ കാറ്റലിന്റെ ട്രേഡ് തിയറി. അദ്ദേഹത്തിന്റെയാണ് ഒരു 16 പേഴ്സണാലിറ്റി ട്രേഡ്സ് ഉണ്ട്. അതിനെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഐഡന്റിഫൈ ചെയ്ത 16 ഗുണങ്ങൾ, അതിനകത്ത് നമ്മൾ പ്രധാന ഗുണങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇമോഷണൽ സ്റ്റെബിലിറ്റി ഒന്നാമത്തതാണ്. വൈകാരിക സ്ഥിരത, ഇമോഷണൽ സ്റ്റെബിലിറ്റി. രണ്ടാമത്തെ റെയ്മൺ കാറ്റലിന്റെ ട്രേഡ് തിയറിയിലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി, അതായത് വൈകാരിക സ്ഥിരത. വൈകാരിക സ്ഥിരത നമുക്ക് ചിലപ്പോൾ വ്യത്യസ്തമായിക്കൊണ്ടിരിക്കാറുണ്ട് അല്ലേ? എപ്പോഴും നമ്മുടെ വൈകാരികത ഒരുപോലാണോ? അല്ല, മാറിക്കൊണ്ടിരിക്കും. മാറിക്കൊണ്ടിരിക്കും. പക്ഷെ എന്നാൽ ചിലര് ഏത് സാഹചര്യത്തിലും മല പോലെ ഉറച്ചങ്ങ് നിൽക്കും. അവരുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അവർ പുറമെ ഇതെല്ലാം കൂടെ പിടിച്ചു നിൽക്കുമ്പോൾ നമ്മൾ ഇതിനകത്തില് ഇതെന്തൊരു മനുഷ്യനെ ഇയാളെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുക. അല്ലെങ്കിൽ പറയത്തില്ല, ആ സ്ത്രീ അവരെന്തൊരു സ്ത്രീയാണെന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ ചില ഇപ്പൊ ചിലർ പറയത്തില്ലേ, മരണത്തിന് വീട്ടിലെ നമ്മുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സ് മരിച്ചാൽ പോലും ചിലർ കരയാതിരിക്കും എന്നൊക്കെ പറയത്തില്ലേ? അത് അവരുടെ വൈകാരികമായിട്ടുള്ളൊരു സ്ഥിരതയാണ്. പക്ഷെ അവർ കരയുന്നില്ല എന്ന് നമ്മൾ പുറമേ നോക്കുമ്പോഴാണ് അവർ കരയാതിരിക്കുന്നത്. അവരുടെ ഉള്ളിലെ വിഷമം നമുക്ക് പുറമേ കാണാൻ പറ്റത്തില്ല. അവര് പക്ഷെ വേറൊരു തരത്തിലായിരിക്കും അവരുടെ ഇമോഷനെ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് അടുത്ത രണ്ടാമത്തെയാണ് ഇന്റലിജൻസ്, ബുദ്ധി. എന്തോ ഇന്റലിജൻസ്, ബുദ്ധി. നമ്മൾ അത് നന്നായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ചില സമയത്ത് ചില സാഹചര്യങ്ങളിൽ ബുദ്ധിപൂർവം പ്രവർത്തിക്കാത്തവരുണ്ട്.
നമ്മൾ മരണ വീട്ടിൽ ചെല്ലുന്നതും കല്യാണ വീട്ടിൽ ചെല്ലുന്നതും സ്കൂളിൽ ചെല്ലുന്നതും എല്ലായിടവും നമ്മൾ ഒരേ രീതിയിലാണോ ബിഹേവ് ചെയ്യുന്നത്? അല്ല. നമ്മളിപ്പോ ഒരാളെ അടുത്തുനിന്ന് ഒരു കല്യാണ വീട്ടിൽ നിന്ന് നമ്മൾ ഭയങ്കര ചിരിച്ച് അട്ടഹസിച്ച് അടിച്ച് പൊളിച്ചിട്ട് നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് ഒരു മരണ വീട്ടിലോട്ട് പോകേണ്ടി വരുമ്പോഴേ നമ്മൾ രൂപവും ഭാവവും ഒക്കെ മാറി ഭയങ്കര ഭവ്യതയോടും വിനയത്തോടും ഒക്കെ പോയി ഭയങ്കര ദുഃഖത്തോടൊക്കെ നിൽക്കാൻ നമുക്ക് അറിയാം. അതായത് ബുദ്ധിയോടുകൂടെ പ്രവർത്തിക്കാൻ നമുക്കറിയാം. ആ വീട്ടിൽ ചെന്ന് പ്രവർത്തിക്കേണ്ട സിറ്റുവേഷനും വേറൊരിടത്ത് ചെന്ന് പ്രവർത്തിക്കേണ്ട സിറ്റുവേഷനും അറിയാം. അതായത് ഏത് സാഹചര്യത്തിലും ബുദ്ധിയോടെ പ്രവർത്തിക്കാൻ നമ്മുടെ ഉള്ളിലുള്ള ഈ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. പിന്നെ ഡൊമിനൻസ്, ആധിപത്യം. അതും നമ്മുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ എങ്ങനെയാ പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടത്, ചില കാര്യങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്തേ പറ്റൂ എന്നൊക്കെ ചില ആധിപത്യങ്ങൾ നമുക്കുണ്ടല്ലോ. അത് ചിലയിടത്ത് നമുക്ക് വേണം. ചിലയിടത്ത് നമ്മൾ ചില വിട്ടുവീഴ്ചകൾക്കോ ചില കാര്യങ്ങളിൽ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലയിടത്ത് പ്രശ്നങ്ങളും നമ്മുടെ കുട്ടികളുടെ അടുത്ത് ചിലയിടത്ത് അവർക്ക് അറിയത്തില്ല പോലും നമ്മൾ ശാഠ്യം പിടിക്കാല്ലേ, നീ ഇങ്ങനെ തന്നെ ചെയ്യാവൂ എന്ന് നമ്മൾ പറയത്തില്ലേ. ചില ഡൊമിനൻസ് നമ്മൾ ഇവിടെ എടുക്കാറില്ലേ, അത് എടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ എടുത്തേ പറ്റൂ. കുട്ടികൾക്ക് അത് പക്ഷെ അത് ചിലപ്പോൾ തെറ്റായിട്ട് തോന്നിയേക്കാം. പക്ഷെ അത് അവരുടെ പേരൻസിന് അറിയാം അവരെന്തുകൊണ്ടാണ് ആ സാഹചര്യത്തിൽ അങ്ങനെ ഡൊമിനന്റ് ആയിട്ട് പെരുമാറിയത്. റെയ്മണ്ട് കാറ്റലിന്റെ 16 അതിൽ പ്രധാനപ്പെട്ട 3 ഇത്രയും പഠിച്ചാൽ മതി. ഇമോഷണൽ സ്റ്റെബിലിറ്റി, അതായത് വൈകാരിക സ്ഥിരത. രണ്ടാമത്തത് ഇന്റലിജൻസ്, ബുദ്ധി. മൂന്നാമത്തത് ഡൊമിനൻസ്, ആധിപത്യം. ഇന്റലിജൻസ്, ഡൊമിനൻസ്, ആധിപത്യം. ഒന്നാമത്തെ ഇമോഷണൽ സ്റ്റെബിലിറ്റി, വൈകാരിക സ്ഥിരത. രണ്ടാമത്തത് ഇന്റലിജൻസ്, ബുദ്ധി. 3 ഡൊമിനൻസ്, ആധിപത്യം. സ്ഥിരത. ഓക്കെ, ഞാൻ അല്പം വൈകിയ കയറിയത് അതുകൊണ്ടാണ് ചോദിച്ചത്. അതെനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചില്ലെന്നേ ഉള്ളൂ, കണ്ടില്ലല്ലോ എന്ന് എനിക്ക് തോന്നിയായിരുന്നു. അതെ അതെ അതെ. ഞാൻ വന്നപ്പോഴേ എല്ലാരും സ്ക്രോൾ ചെയ്ത് നോക്കി എല്ലാരും ഒക്കെ ഉണ്ടോന്ന്. മൂന്നാമത്തെ ഹാൻസ് എയ്സ്നെക് തിയറി, HANSEYSENCK, ഹാൻസ് ഹെയ്സ്നെക് തിയറി. ഹാൻസ് എയ്സ്നെക് തിയറി. അതിനകത്ത് ഒന്നാമത്തെ പഠിക്കുന്നത്, ആദ്യമേ ഞാൻ 3 പേരുടെ പേര് പറഞ്ഞല്ലോ, അതിൽ മൂന്നാമത്തെ ആണ്. ഒന്നാമത്തെയാണ് എക്സ്ട്രാവേർഷൻ ആൻഡ് ഇൻട്രോവേർഷൻ. ഇത് നമ്മൾ ആദ്യത്തെ ദിവസം പറഞ്ഞതാണ്. പേഴ്സണാലിറ്റിയുടെ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞപ്പോഴും എക്സ്ട്രോവർട്ട് ഇൻട്രോവർട്ട് ഒക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? അപ്പൊ അതിനകത്ത് നമ്മൾ പഠിച്ച കാര്യമാണിത്. എക്സ്ട്രാവേർഷൻ ആൻഡ് ഇൻട്രോവേർഷൻ, അതായത് പുറമേ കാണിക്കുന്ന ഒരു സ്വഭാവം ഉള്ളിൽ അധോമുഖനും അന്തർമുഖനും എന്നൊക്കെ പഠിച്ച ഓർമ്മയുണ്ടോ നമ്മള്? ചിലരാണെങ്കിൽ എല്ലാവരോടും നന്നായിട്ട് പെട്ടെന്ന് പെരുമാറും, ചിലരാണെങ്കിൽ പെട്ടെന്ന് ആരോടും പെരുമാറാതെ എടുത്തു ചാടിയൊന്നും സംസാരിക്കാതെ എല്ലാം മനസ്സിൽ വെച്ച് കാര്യങ്ങളൊക്കെ പെരുമാറുന്നത്. ആ 2 കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? ഇൻട്രോവേർട്ട് ഒക്കെ പഠിച്ചത് അത് തന്നെ അതിന്റെയൊക്കെ എക്സ്ട്രാവേർഷൻ ആൻഡ് ഇൻട്രോവേർഷൻ അത് തന്നെയാണ് അവിടെ പഠിക്കുന്നത്. അതായത് അധോമുഖനും അന്തർമുഖനും എന്നൊക്കെ പഠിച്ചതേ. ചിലര് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും പ്രകടിപ്പിക്കുന്ന സ്വഭാവമുള്ളവരും ചിലര് കാര്യങ്ങൾ ഉള്ളിൽ ഒതുക്കി സ്വഭാവം കാണിക്കുന്നവർ. ഇനി രണ്ടാമത്തെയാണ് അതിനകത്തെ ന്യൂറോട്ടിസിസം. NEUROTICISM, NEUROTICISM, ന്യൂറോട്ടിസം. ബാർ സ്റ്റെബിലിറ്റി, ന്യൂറോട്ടിസം ബാർ സ്റ്റെബിലിറ്റി, STABILITY. അതായത് ചിലർക്ക് ചിലരുടെ സ്വഭാവത്തില് എന്താ പറയണേ,
ഭാവത്തിൽ ചാഞ്ചല്യം കാണിക്കുക, അതാണ് ന്യൂറോട്ടിസം. നമ്മൾ പറയത്തില്ലേ ഞരമ്പിന്റെ പ്രോബ്ലം എന്ന് പറയുന്നെന്ന് പറഞ്ഞ പോലെ ചിലർക്ക് ചില ഭാവത്തിലൊക്കെ ചാഞ്ചല്യം കാണിക്കും. സ്റ്റേബിലിറ്റി എന്ന് പറയുമ്പോൾ സ്ഥിരത, മാനസികമായിട്ട് സ്ഥിരത ഉള്ളതായിട്ട് പ്രവർത്തിക്കും. ചിലർക്ക് ചില സ്ഥിരത കുറവായിട്ട് പ്രവർത്തിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാം. നമ്മളിപ്പോ മരണ വീട്ടിലും കല്യാണ വീട്ടിലെയും കാര്യം പറഞ്ഞു, രണ്ടിടത്തും പോയി ഒരുപോലെ പെരുമാറുന്നവരില്ലേ? അവർ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കത്തില്ല, പക്ഷെ അവർക്ക് ചിലപ്പം പെരുമാറാനായിട്ട് അറിയത്തില്ല. അപ്പൊ ആ ന്യൂറോട്ടിക്സ് എന്ന് പറഞ്ഞാല് എന്താ ഈ ചാഞ്ചല്യം, ഭാവത്തിലുള്ള ചാഞ്ചല്യമാണ് അത് പറയുന്നത്. അതായത് കറക്റ്റ് ആയിട്ട് ഒരു ട്രേറ്റ്സ് അവർക്ക് ഉണ്ടെങ്കിലും ആ ഒരു രീതിയിൽ അവർക്ക് പ്രകടിപ്പിക്കാനായിട്ട് അറിയത്തില്ല. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും മാനസിക, ഈ അരപ്പിരി നമുക്ക് കുറവാണെന്നൊക്കെ പറഞ്ഞാണോ സാർ? അത് തന്നെ ഇച്ചിരി അരപ്പിരി. ഞാൻ പിന്നെ അത് പറയാനാ. പക്ഷെ സ്റ്റെബിലിറ്റി ആവുമ്പോൾ മാനസിക സ്ഥിരത. നമ്മളിപ്പം ചെല്ലുമ്പോ എവിടെ ആയാലും ആ മാനസിക പക്വതയോടുകൂടെ നമുക്ക് പെരുമാറാനായിട്ട് അറിയും. അതൊക്കെ ഓരോരുത്തരുടെ ഉള്ളിലുള്ള ട്രേറ്റ്സ് ആണ്, ഉള്ളിന്റെ ഉള്ളിലെ ഭാവസ്ഥിരതകളാണ് അത് പ്രകടമാകുന്നത്. അത് അയാളുടെ ഈ പേഴ്സണാലിറ്റിയിൽ നിന്നിരിക്കും. നമ്മൾ തന്നെ പറയത്തില്ലയോ അതൊരു അരക്കിറുക്ക ഓരോരുത്തരോടും പെരുമാറുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലയോ എന്നൊക്കെ നമ്മൾ തന്നെ കൂട്ടുകാരോട് ചോദിക്കാറുണ്ടല്ലോ. ഇന്ന് എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, എന്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടാണ്, പുള്ളി ഒരു പ്രിൻസിപ്പാളുമാണ്. എന്നാലും ഞാൻ ഇന്ന് സംസാരിച്ചു കൂട്ടിയപ്പം പുള്ളി ഭയങ്കരമായിട്ട്, നേരത്തെ ഞങ്ങൾ ഭയങ്കര സംസാരമാണ് ഏത് കാര്യം പറയുമ്പോഴും. ഇപ്പൊ എന്നോട് ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ ഇപ്പൊ ഞാൻ പ്രിൻസിപ്പൾ ആയപ്പോ വർത്താനമൊക്കെ കുറെയൊക്കെ ഞാൻ കുറച്ചെന്ന് പറഞ്ഞ്, ഈ പ്രിൻസിപ്പൾ ആയിട്ടൊക്കെ നിൽക്കുമ്പോ എല്ലാവരോടും നല്ല ഗമയിലൊക്കെ പറഞ്ഞെങ്കിലല്ലേ എന്റെ താഴെയുള്ളവരൊക്കെ കേൾക്കത്തുള്ളൂ. ഞാൻ അല്ലേലും ഇച്ചിരി വട്ടം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലർ ഒരുപാട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ എല്ലാവർക്കും ആ സംസാരം ചില സാഹചര്യങ്ങളിൽ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. നമ്മൾ പക്ഷെ ഈ പറഞ്ഞ പോലെ അവര് നല്ല ശുദ്ധ മനസ്സാലെ ആയിരിക്കും സംസാരിക്കുന്നത്. അവര് മനസ്സിലൊന്നും ചിന്തിക്കാറില്ല. പക്ഷെ ഈ കേട്ടോണ്ടിരിക്കുന്നവർക്ക് തോന്നുന്നു ഇങ്ങേർക്ക് എന്താ ഒട്ടും ബോധമില്ല എന്ന് ചിന്തിക്കും. ഇനി അടുത്തയാണ് സൈക്കോട്ടിസിസം. അസാധാരണ സൈക്കോട്ടിസിസം. അടുത്ത മൂന്നാമത്തെയാണ് സൈക്കോട്ടിസിസം. SYCHOTICISM. സൈക്കോട്ടിസിസം ഓർമ്മയുണ്ടോ സൈക്കോട്ടിസത്തിന്റെ ഓരോ അവസ്ഥാന്തരങ്ങൾ എന്നൊക്കെ? നമ്മള് മണിച്ചിത്രത്താഴ് കാണുമ്പോ സിനിമ ഓർമ്മയുണ്ടോ? കുതിരവട്ടം പപ്പു ഇതിലെ ചെവിയിൽ ചെമ്പരത്തി പൂ വെച്ചിട്ട് വെള്ളമാണെന്നും പറഞ്ഞ് കിടന്ന് ചാടുന്നയൊക്കെ ഓർമ്മയുണ്ടോ? ആരും സിനിമ കണ്ടിട്ടില്ലേ? മണിച്ചിത്രത്താഴ് പോലും കണ്ടിട്ടില്ലയോ? ഇല്ലല്ലോ. കണ്ടിട്ടില്ലയോ? സിനിമയൊക്കെ കാണണം. സിനിമ ഞാൻ പണ്ട് സിനിമയിൽ വർക്ക് ചെയ്ത, അതുകൊണ്ട് എനിക്ക് സിനിമ കാണാൻ ഇഷ്ടമല്ല. ഓക്കെ. അതെന്ന് പറഞ്ഞാൽ സിനിമ നമ്മള് ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ നിന്ന് മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ഉണ്ട്. അത് ഞാൻ വർക്ക് ചെയ്തപ്പോ സാറിനോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഒരുപാട് പേരുടെ കഷ്ടപ്പാടിന്റെ ഫലം തന്നെയാണ് ഒരു സിനിമ പുറത്തിറങ്ങുന്നത്. ഒരുപാട് പേരുടെ ഇത് പാഷമാരൊക്കെ ആയിരിക്കുന്നത്, ഇവര് സിനിമയൊന്നും കാണത്തില്ല. അല്ല, അതെനിക്കറിയാം. ഞാൻ പറഞ്ഞത് അങ്ങനല്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അല്ലാതെ നമ്മള് ആത്മീയത എന്ന് പറയുന്ന ആ ഒരു അത് മാത്രമല്ല നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഞാൻ എന്നൊരു വ്യക്തി ഒരു സൈക്കോളജിസ്റ്റ് ആണ്. ഞാനിപ്പം ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് ഞാൻ വേദോത്സവം മാത്രം വായിച്ചുകൊണ്ടിരുന്നിട്ട് ഞാനൊരു കൊച്ചിന്റെ അടുത്ത് എന്നൊരു കാര്യം പറയുമ്പോഴത്തേക്ക് ഞാൻ അവിടെ ചീറ്റിപ്പോവും. എനിക്ക് സമൂഹത്തെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ എനിക്ക് എന്റെ മുമ്പിൽ വരുന്ന കൊച്ചിനോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഷൂട്ടിംഗ് സ്ഥലത്ത് ഈ ഷൂട്ടിംഗ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ സിനിമ കാണാൻ തോന്നില്ല. ടീച്ചർ കേട്ടോ? ടീച്ചർ
ടീച്ചർ ലെഫ്റ്റ് ആയല്ലോ. എന്നോ നമ്മളിപ്പോ എന്റെ അടുത്ത് സിനിമയിൽ കുട്ടികൾ ജോലി വരുമ്പോഴേ എന്റെ ജോലി അടുത്ത് കുട്ടികൾ അഭിനയം വരുമ്പോ ഞാൻ ഈ പിള്ളേരുടെ മുന്നേ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവരെന്തെങ്കിലും ഒന്ന് പറയുമ്പോ ഇന്നതാ കാര്യം എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇപ്പൊ ആ ഒരു എക്സാമ്പിൾ വേണ്ടി ഞാൻ പറഞ്ഞ, നമ്മൾ പറയത്തില്ലേ സൈക്കോസിസത്തിന്റെ ഓരോ അവസ്ഥാന്തരങ്ങൾ എന്ന് പറയുന്ന പോലെ സൈക്കോട്ടിസിസം, അതായത് ഒരു അസാധാരണമായിട്ടുള്ള സ്വഭാവ ഗുണങ്ങൾ കാണിക്കുന്നതാണ്. ഇപ്പൊ പലരിലും ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഒരുപാട് സിനിമയുടെ എക്സാമ്പിൾ പറയും. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം പൊതുവായിട്ടുള്ള ആൾക്കാരുടെ അടുത്തല്ലേ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഈ സിനിമയുടെ എക്സാമ്പിൾ പറയുമ്പം എല്ലാ ആൾക്കാരും അത് കാണുന്നതാ. ഈ അവർക്ക് അങ്ങനെ പെട്ടെന്ന് ആ ഒരു കഥ പറയുമ്പോഴത്തേക്ക് ക്ലിക്ക് ആവും. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പുറത്ത് ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ എക്സാമ്പിളുകൾ പറഞ്ഞു കൊടുക്കും. ഓരോ ക്യാരക്ടർ വെച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. സൈക്കോട്ടിസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ പറയുന്ന ഡിപ്രഷൻ തൊട്ട് സീസോഫ്രീനിയ തൊട്ട് മാനസികമായിട്ടുള്ള ചില പ്രോബ്ലംസ്, എല്ലാ പ്രോബ്ലംസിനെയും നമ്മൾ പറയുന്നതാണ് സൈക്കോട്ടിസിസം. പേഴ്സണാലിറ്റി പ്രോബ്ലംസ് ഉണ്ട്, ന്യൂറോ പ്രോബ്ലംസ് ഉണ്ട്, ഒരുപാട് പ്രോബ്ലംസുകൾ അതിനകത്ത് വരുന്നുണ്ട്. അതിപ്പോ നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുക്കുന്നതിനകത്തില്ല, ഇനി വേറെ ആരെങ്കിലും ക്ലാസ് എടുക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. സൈക്കോട്ടിസിസം അതിനകത്ത് പോയി ടീച്ചർ പോയി വീണ്ടും. കുഞ്ഞുമോൾ സിസ്റ്റർ എന്താ ഉണ്ടായിരിക്കുന്നേ? പാസ്റ്റർ സംസാരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട്. ഞങ്ങള് ക്ലാസ്മേറ്റ് ആണ് കേട്ടോ, ഞാനും കുഞ്ഞുമോൾ സിസ്റ്ററും. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുക. എല്ലാരും ഒരു ക്ലാസ്സിലാണ്. അല്ല, ഞങ്ങള് പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് 10 30 35 40 വർഷത്തോളം ആയിക്കാണല്ലോ. അസാധാരണമായ കഠിനമായിട്ടുള്ള ഇനി അടുത്ത ഈ ട്രേഡ്സിന്റെ, അതായത് ട്രേഡ്സിന്റെ നമ്മൾ ഒന്ന് പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ഗുണങ്ങളുണ്ട് ഈ പേഴ്സണാലിറ്റി, അല്ലെ ട്രേഡ്സ് പേഴ്സണാലിറ്റി തിയറിയിലെ ഗുണം എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗുണമാണ്, സ്ഥിരമായ ഒരു ഗുണമാണിത്. സ്റ്റേബിൾ ആണ്. സ്റ്റേബിൾ അല്ലേ? നമുക്ക് തന്നെ അറിയത്തില്ലേ, നമ്മുടെ കയ്യിലുള്ള സത്യസന്ധത എന്ന് പറയുന്ന ഒരു കാര്യം സ്റ്റേബിൾ അല്ലേ? അതെ. ഏത് സാഹചര്യത്തിലായാലും ആ ഒരു ഗുണം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഗുണം തന്നെ കാണിക്കും. പിന്നെ അടുത്ത മെഷറബിൾ ആണ്, നമുക്ക് അളക്കാൻ പറ്റും നമ്മുടെ ഗുണം. എന്ന് വെച്ചാൽ നമ്മൾ ലിറ്ററിലോ കിലോയിലോ അളന്നെടുക്കുക എന്നല്ല, എന്നാലും നമുക്ക് നമ്മുടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഗുണം. ഞാൻ എത്രത്തോളം അവിടെ എങ്ങനെയാണ് പെരുമാറിയത് എന്നൊക്കെ നമുക്ക്, ഞാൻ എത്രത്തോളം അവരോട് അനുകമ്പ കാണിച്ചു, ഞാൻ അല്ലെങ്കിൽ അവിടെ എത്രത്തോളം സത്യസന്ധമായിട്ടാണ് ഞാൻ അവിടെ നിന്നത് എന്നൊക്കെ നമുക്ക് തന്നെ ഒന്ന് സ്വയം മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ അവരോട് ഇച്ചിരിയും കൂടെ നന്നായിട്ട് ഞാൻ ബിഹേവ് ചെയ്യണമായിരുന്നോ എന്നൊക്കെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും ഈ ബിഹേവിയർ മറ്റുള്ളവരെ. നമ്മുടെ ഒരു നല്ല ഗുണമുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് അത് സ്വാധീനിക്കുമല്ലോ, അല്ലെങ്കിൽ മറ്റൊരാളുടെ നല്ല ഗുണം നമ്മളെ സ്വാധീനിക്കും. അപ്പം ഈ പേഴ്സണാലിറ്റി തിയറിയുടെ പ്രത്യേകതകളാണ് ഇത്. സ്റ്റേബിൾ ആണ്, അതുപോലെ മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്, ഇൻഫ്ലുവൻസ് ചെയ്യാം, അതായത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ബിഹേവിയർ ആണ്, സ്ഥിരമാണ്, അളക്കാൻ കഴിയും, മറ്റുള്ളവരുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തെ അത് സ്വാധീനിക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ റിയൽ ലൈഫ് സ്റ്റോറിയിലായാലും നോക്കി, നമ്മുടെ അടുത്ത് വരുന്ന കുഞ്ഞുങ്ങള് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവര്, നമ്മൾ ഇടപെടുന്ന ആൾക്കാര്, നമ്മൾ അവരെ കുറിച്ച് അല്ലെങ്കിൽ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ പറയത്തില്ലേ, അവര് നല്ല ദയുള്ള ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ അവര് ക്ഷമയുള്ള ഒരു സ്ത്രീയാണ്, എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നെങ്കിലും
അവരതിനെയെല്ലാം വളരെ ക്ഷമയോടുകൂടെ നേരിട്ടു, അല്ലെങ്കിൽ അവരോട് ഇത്രയും ദേഷ്യപ്പെട്ടിട്ടും അവര് നല്ല ദയയോടുകൂടെ പെരുമാറി. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഒരു ട്രേഡ്സ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ട്രേഡ്സ് എന്തുവാണെന്ന് മനസ്സിലായല്ലോ. നിങ്ങൾ നേരത്തെ ഈ ട്രേഡ്സ് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നോ? ഇത് സൈക്കോളജിയിലുള്ളൊരു വാക്കാണ് ട്രേഡ്സ്. ഞാനും ഈ വാക്ക് എനിക്ക് സൈക്കോളജി പഠിച്ചപ്പോഴാണ് ഞാൻ ട്രേഡ്സ് എന്ന് പറഞ്ഞൊരു വാക്ക് അത്രയും കാര്യമായിട്ട് മനസ്സിലാക്കിയത്. ഇപ്പോഴാ സ്വഭാവ കേൾക്കുന്നത് ഗുണം, അതാ പറഞ്ഞത്, സ്വഭാവ ഗുണങ്ങൾ. ഞാൻ സൈക്കോളജി പഠിച്ചപ്പോഴാണ് പഠിച്ചത്, അതിന് മുന്നേ എനിക്കറിയത്തില്ല. പറഞ്ഞല്ലോ. അപ്പൊ ഇനി നമ്മള് സൈക്കോളജിക്കലായിട്ട് മനസ്സിലാക്കണം കാര്യങ്ങള്. അതാണ്ട് ഒരാളുടെ ഉള്ളില് അന്തർലീനമായിരിക്കുന്ന സ്വഭാവത്തെയാണ് ട്രെയ്റ്റ്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമ്മള് ആൾക്കാരെ നമ്മൾ കണ്ട് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന വാക്കെന്തായിരിക്കണം? അത് അയാളുടെ ട്രെയ്റ്റ്സ് ആണെന്ന് മനസ്സിലാക്കണം. മേഡം എന്തോ ആ വാക്ക് എന്തുവായിരുന്നു? ട്രെയ്റ്റ്സ്, TRAITS. TRAITS. ട്രൈറ്റ്സ്. അതിന്റെ അർത്ഥം എന്ത്? ഒരാളിലെ സ്ഥിരമായ സ്വഭാവ ഗുണങ്ങൾ. ഓക്കെ. ഇനി ഇതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത പ്രയോജനങ്ങൾ, ഈ തിയറി കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈസി ടു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് ഒരാളെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈസി ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാൻ എളുപ്പമാണ്. പിന്നെ രണ്ടാമത് സയന്റിഫിക് അപ്രോച്ച് ആണ്. അതൊരു ശാസ്ത്രീയമായ സമീപനമുള്ള ഒരു തിയറിയാണ് ഇത്, സയന്റിഫിക് അപ്രോച്ച്. മൂന്നാമത് ഹെൽപ്സ് ഇൻ പേഴ്സണാലിറ്റി അസസ്മെന്റ്, അതായത് വ്യക്തിത്വം അളക്കാൻ സഹായിക്കുന്നു. ഒന്നാമത് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, അതായത് മനസ്സിലാക്കാൻ എളുപ്പം. രണ്ടാമത്തത് സയന്റിഫിക് അപ്രോച്ച്, ശാസ്ത്രീയമായ ഒരു സമീപനം. മൂന്നാമത്തത് ഹെൽപ്സ് ഇൻ പേഴ്സണാലിറ്റി അസസ്മെന്റ്, വ്യക്തിത്വം അളക്കാൻ സഹായിക്കും. മനസ്സിലായോ നമ്മൾ ഇതിന്റെ ഗുണങ്ങൾ, അഡ്വാൻറ്റേജസ്? ഒന്ന് സയന്റിഫിക് അപ്രോച്ച്, ഒന്നാമത് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാൻ എളുപ്പം. രണ്ടാമത്തത് സയന്റിഫിക് അപ്രോച്ച്, ശാസ്ത്രീയ സമീപനം. മൂന്നാമത് പേഴ്സണാലിറ്റി ഹെൽപ്പ് ചെയ്യുന്നു, അസസ്മെന്റിന്, ഹെൽപ്സ് ഇൻ പേഴ്സണാലിറ്റി അസസ്മെന്റ്, വ്യക്തിത്വം അളക്കാൻ സഹായിക്കും. ഇനി നമുക്ക് ഇതിന് ഒരു പരിമിതി ഉണ്ടെന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഇത് പരിഗണിക്കുന്നത്. നമ്മൾ ഒരു സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ കൂടുതൽ നറേറ്റ് ചെയ്തത്. നമ്മൾ ഈ പറഞ്ഞ ക്വാളിറ്റികളെല്ലാം, സത്യസന്ധത, കൈൻഡ്നെസ്, ഹെൽപ്ഫുൾനെസ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതെല്ലാം ചില സിറ്റുവേഷനിൽ മാത്രമല്ല നമ്മൾ പ്രയോഗിക്കുന്നുള്ളൂ. നമ്മൾ എപ്പോഴും അങ്ങ് സത്യസന്ധത പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഇല്ല, അല്ല. അപ്പൊ അത് ചില സിറ്റുവേഷനിലാണ് നമ്മൾ ഈ സ്വഭാവങ്ങളൊക്കെ, നമ്മുടെ ട്രേഡ്സ് എല്ലാം വെളിയിൽ വരുന്നത്. ആ സാഹചര്യത്തോട് നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ സാഹചര്യത്തിനനുസരിച്ചുള്ള ഒരു പേഴ്സണാലിറ്റി തിയറിയാണ് ട്രേഡ്സിൻ്റെത്. അതായത് ഒരു വ്യക്തിയുടെ സ്ഥിരമായ സ്വഭാവ ഗുണങ്ങളെ തിരിച്ചറിയുന്നതിനും അളക്കുന്നതിനും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു തിയറിയാണിത്. ഒരു വ്യക്തിയുടെ സ്ഥിരമായ സ്വഭാവ ഗുണങ്ങൾ, അതായത് ട്രേഡ് തിയറി ഫോക്കസ് ഓൺ ഐഡന്റിഫൈയിങ് ആൻഡ് മെഷറിംഗ് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഒരാളുടെ ഐഡന്റിഫൈ ചെയ്ത് ഫോക്കസ് ഓൺ ഐഡന്റിഫൈ ആൻഡ് മെഷറിംഗ് ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി,
ഒരു വ്യക്തിയുടെ സ്ഥിരമായ സ്വഭാവ ഗുണങ്ങളെ തിരിച്ചറിയാനും അളക്കാനും സഹായിക്കുന്ന ഒരു തിയറിയാണ്. ഒരു വ്യക്തിയുടെ സ്ഥിരമായ സ്വഭാവ ഗുണങ്ങളെ തിരിച്ചറിയാനും അളക്കുകയും ചെയ്യുന്നൊരു തിയറിയാണിത്. ഉം. അതിന്റെ ഇംഗ്ലീഷ് എന്താ പറഞ്ഞു? ഒരു വ്യക്തിയുടെ സ്ഥിരമായ സ്വഭാവ ഗുണങ്ങളെ അളക്കാൻ ഉപയോഗിക്കുന്ന തിയറി. ടീച്ചർ പോയോ? കുഞ്ഞുമോൾ ഞാൻ സിസ്റ്റർ പ്രൈസ് ലോഡ്. കുഞ്ഞുമോൾ ജോൺസൺ സിസ്റ്റർ പ്രൈസ് ലോഡ്. ഈ തിയറിയും കൂടെ പഠിപ്പിച്ചു തീർക്കണമെന്ന് വിചാരിച്ചത്, അന്നേരം നടന്നില്ല. അന്നത്തെ ഒത്തിരി വിശദീകരിക്കാനുണ്ടായിരുന്നു. അത് ഇച്ചിരി വലിയൊരു തിയറി ആയിരുന്നു, ഹ്യൂമാനിസ്റ്റിക് തിയറി. ഇപ്പൊ ട്രേഡ്സ് തിയറി ഇത്രേ കാര്യങ്ങളെ പറയാനുള്ളൂ. അതേ സിറ്റുവേഷണൽ അനുസരിച്ചുള്ള ഒരു തിയറിയാണ്. നമ്മള് 5 ദിവസം, കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മള് 5 തിയറി പഠിച്ചു. ഓർമ്മയുണ്ടോ ഏതെങ്കിലുമൊക്കെ? ഒന്നാമത്തെ നമ്മൾ പഠിച്ച സൈക്കോ അനലിറ്റിക്കൽ തിയറി, രണ്ടാമത് പഠിച്ച സൈക്കോ സോഷ്യൽ തിയറി, മൂന്നാമത് ബിഹേവിയറൽ പഠിച്ചു, നാലാമത് സോഷ്യൽ ലേണിംഗ് പഠിച്ചു, ഇല്ലേ? പിന്നെ നമ്മൾ ഹ്യൂമാനിസ്റ്റിക് തിയറി പഠിച്ചു, പിന്നെ ട്രേഡ്സ് തിയറി പഠിച്ചു. അത്യാവശ്യം കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളുടെ ഞാൻ നോട്ടും തന്നിട്ടുണ്ട്. അത്യാവശ്യ കാര്യം അടുത്ത ആഴ്ച ഹ്യൂമാനിറ്റീസ് പഠിക്കാതെ ഹെഡിങ് എഴുതി നിർത്തുക ചെയ്ത് കഴിഞ്ഞ ആഴ്ചയിലേ. അല്ല, ഹ്യൂമാനിസ്റ്റിക് തിയറി ഞാൻ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചായിരുന്നു. വിളിച്ചായിരുന്നു, അവിടെ വന്നിട്ട് നിർത്തുക ചെയ്യുന്നത്. അല്ല, ട്രേഡ്സ് തിയറിയാ പഠിപ്പിക്കാന്ന് പറഞ്ഞ് നിർത്തിയത്. അത് ഞാൻ പറഞ്ഞ, എനിക്ക് ഇതും കൂടി ഇന്ന് പറഞ്ഞങ്ങ് തീർക്കണമെന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ സമയമില്ല, ഇനിയിപ്പോ പഠിപ്പിച്ച തീരത്തില്ലെന്ന് പറഞ്ഞു. അതെ, നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നല്ലോ, അഡ്വാൻസ് ആയിട്ട് തന്നില്ലേ മിസ്? നോട്ട്സും തന്നു. തന്നു. ട്രേഡ്സ് തിയറിയുടെ ഉൾപ്പെടെ നോട്ട്സും തന്നു. ഇനി നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ഇനി ഇത് കഴിഞ്ഞ് ചിലപ്പോ ഞാൻ ഇനി ഒരു മാസം 2 മാസം കഴിഞ്ഞായിരിക്കും ഇനി അടുത്ത ഫാമിലി കൗൺസിലിംഗ് എടുക്കുന്നത് ഞാനാ. ഇനി എനിക്കൊന്ന് ഇടയ്ക്ക് ഇനി മറ്റേ സാറിന്റെ പ്രൊഫസറിന്റെ ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും എന്റെ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഫാമിലി കൗൺസിലിംഗിന്റെ ക്ലാസ്സേ ഉള്ളായിരുന്നു. അതും ഒരു 6-7 പല സെഷനായിട്ടാ, പ്രീ മാരേജും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം ഉള്ളായിരുന്നു. ഈ പ്രാവശ്യം ഇതും കൂടെ തന്നു. അതും ഒരു 5-6 ദിവസത്തെ ക്ലാസ് ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിനകത്ത് മെസ്സേജ് ഇട്ടാൽ മതി. പഠിക്കുന്നതിനകത്ത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിന്, അല്ലെങ്കിൽ കൗൺസിലിംഗുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിലും ആൾക്കാരെ കൗൺസിലിംഗ് ചെയ്യുമ്പോഴാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം, എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇടാം. സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ കൗൺസിലിംഗ് ഒക്കെ തുടങ്ങുമ്പോൾ നിങ്ങൾ ബോർഡൊന്നും വെച്ച് കൗൺസിലിംഗ് ഒന്നും പേരെഴുതി വെക്കരുത്. അതൊക്കെ പറ്റുന്ന കാര്യമല്ല. നിങ്ങൾ അത്യാവശ്യം അടുത്ത് വരുന്നവരെ മാത്രമേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്യാവൂ. ബോർഡൊക്കെ വെച്ച് കൗൺസിലിംഗ് ഇസ്മാമേ സ്തോത്രം. സ്വത്രം ഇത് കേറിയിട്ടുണ്ടല്ലേ? ഒരു പ്രൈസ് പറഞ്ഞിട്ട് പറഞ്ഞില്ല. ഓ, ലീസിയമ്മാമ, ഞാൻ